ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അമേരിക്കയിൽ റിസർച്ച് കൺസൾട്ടൻസിയിലൂടെ അല്ലെങ്കിൽ റിസർച്ച് ഇങ്ങനെ ഇഷ്യൂസ് ഇതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചിലൂടെയാണോ അവർ പണം സമ്പാദിക്കുന്നത്, പേറ്റൻറ്റ് കിട്ടിയിട്ടും മറ്റു പല രീതിയിലും. അപ്പോൾ പേറ്റൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് ഭാരതത്തിൻ്റെ അല്ല, പക്ഷെ ഇന്നത്തെ ലോകത്ത് ഒരു കാര്യമാണത് പേറ്റൻസിൻ്റെ. അപ്പോൾ ഭാരതത്തിലും അറിവിൻ്റെ ഉൽപ്പാദനം, അറിവിൻ്റെ പ്രയോഗം, അത് വിജ്ഞാനത്തോടൊപ്പം തന്നെ അത് വിപണനം ചെയ്യുന്നതോടുകൂടി സാമ്പത്തികമായിട്ട് നമുക്ക് മെച്ചപ്പെടാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ISRO ലോകത്തെ ഏറ്റവും വലിയ എന്തായി മാറി, റോക്കറ്റ് ലോഞ്ചിങ് അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന സംവിധാനമായി മാറിയില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ കിട്ടുന്നു ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ് യാർഡ്, ലോകത്തെ ഏറ്റവും കൂടുതൽ കപ്പൽ നിർമ്മാണത്തിനുള്ള ടെൻഡർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പ് യാർഡായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ എഫിഷ്യൻസി, അവരെ പുതിയ നൂതനമായ കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എല്ലാ രംഗത്തും അങ്ങനെ സാധ്യതയുണ്ട്, ചെറിയ മുതൽ വലിയ. NEP ഇതിലെല്ലാം പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ബീജരൂപമാണ്. ഈ വിത്തിനകത്ത് അത് കണ്ട് അത് കണ്ടെത്തേണ്ടത് ഈ ടീച്ചേഴ്സും ഈ സംവിധാനമാണ്. അങ്ങനത്തെ വിദ്യാലയങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയ പോലെ ഇതിനൊരു മാതൃകാ രൂപം വേണ്ടേ. അതുകൊണ്ടാണ് PM ശ്രീ വിദ്യാലയങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ഒരു മോഡൽ വിദ്യാലയം എന്താണ്, ഒരു മോഡൽ യൂണിവേഴ്സിറ്റി എന്താണ്, മോഡൽ കോളേജ് എന്താണ്, എല്ലാം മോഡൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. സത്യമായിട്ട് ഇതുമായിട്ട് ലിങ്ക്ഡ് ആണ് PM ശ്രീ എന്ന് പറയുന്നത്. PM ശ്രീ എന്ന് പറയുന്നത് വിദ്യാലയ തലത്തിൽ NEP നടപ്പാക്കുന്ന ഒരു മാതൃകാ സ്ഥാപനം. അത് ഒരു ബ്ലോക്കിൽ 2 എണ്ണം, ഒരു പ്രാഥമിക വിദ്യാലയവും ഒരു സെക്കൻഡറി വിദ്യാലയവും. ഇത് എന്നാലേ ബാക്കിയുള്ളവർക്ക് അതുപോലെ ചെയ്യില്ല. എല്ലാ വിദ്യാലയങ്ങളെയും കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ പറ്റില്ല, എല്ലാ വിദ്യാലയങ്ങളും ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല, സർക്കാരും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സമൂഹത്തിന് ചില മാതൃകകൾ ഉണ്ടാക്കണ്ടേ. ഈ മാതൃക അപ്പോൾ ഓരോ മാതൃകയും ആ പ്രദേശത്തിനനുസരിച്ച്. കോഴിക്കോട് നഗരത്തിലുണ്ടാക്കേണ്ട ഒരു സ്കൂൾ മാതൃക ആയിരിക്കില്ല കോഴിക്കോടിൻ്റെ ഗ്രാമപ്രദേശത്തുണ്ടാവുക.